Dear students, നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പോർഷൻ കോമ്പിനേഷൻ ഓഫ് സെൽസ്. നമ്മൾ റെസിസ്റ്റേഷനെ കമ്പൈൻ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സെല്ലിന്റെ കോമ്പിനേഷൻ ആണ്. രണ്ട് സെല്ലുകൾ കണക്ട് ചെയ്താൽ ടോട്ടൽ എത്ര EMF വരും, അല്ലെങ്കിൽ ടോട്ടൽ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് ക്രിയേറ്റ് ചെയ്യും, അപ്പോൾ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ സെൽസിനെ കമ്പൈൻ ചെയ്യാം. സെൽസിന്റെ സീരീസ് കോമ്പിനേഷൻ ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ സീരീസ് കോമ്പിനേഷനെ കുറിച്ച് നമുക്കറിയാം. സീരീസ് കോമ്പിനേഷനിൽ എല്ലാ ഡിവൈസിലൂടെയും സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും രണ്ട് സെല്ലിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഇതിന്റെ പോസിറ്റീവ് അവിടുന്ന് ഫ്ലോ ചെയ്യുന്നു, നെഗറ്റീവിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ ടോട്ടൽ കറണ്ടായി രണ്ട് സെല്ലിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അല്ലെങ്കിൽ രണ്ട് സെല്ലും കൂടെ ഈ സർക്യൂട്ടിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് സെയിം ആയിരിക്കും, കാരണം സീരീസ് കോമ്പിനേഷൻ ആയിരുന്നു. എന്നാൽ ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സീരീസ് കോമ്പിനേഷനിൽ സെയിം കറണ്ടും ഡിഫറൻറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസുമാണ്. സിമിലർലി ഇവിടെയും അങ്ങനെ തന്നെയാണ്. രണ്ട് സെല്ലിലൂടെയും ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് സെയിം ആണ്, ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിനെ ക്രോസ് ആയിട്ട് V1, ഇതിനെ ക്രോസ് ആയിട്ട് V2 ഡിഫറൻ്റ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോർഷനിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മളൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to E minus IR. Then our equation number, നമുക്കറിയാം കറണ്ട് ഫ്ലോ ചെയ്യാത്തപ്പോഴത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF, കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഈ സെല്ലിന് അക്രോസ് ആയിട്ടുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 എന്തായിരിക്കും? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ V1 is equal to EMF of first cell E1 മൈനസ് കറണ്ട് I, ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1, ഇക്വേഷൻ നമ്പർ 2. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിന്റെ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2, then V2 is equal to ഇതിന്റെ EMF E2 മൈനസ് കറണ്ട് സെയിം ആണ് I തന്നെ, then ഇന്റേണൽ റെസിസ്റ്റൻസ് R2, then our ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷനും, അതായത് ഈ V1ന്റെ ഇക്വേഷനും V2ന്റെ ഇക്വേഷനും, V1ഉം V2യുടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് ഈ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V കിട്ടും. then ടോട്ടൽ potential difference PD across AB V is equal to total potential difference V is equal to V1 plus V2, V1 plus V2, then total potential difference. Then here what is V1? V1 is equal to E1 minus IR1. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. then V1, then V is equal to V1 E1 minus IR1 plus what is V2? V2 is equal to E2 minus IR2, E2 minus IR2. then E1ഉം E2 ഒരേ ടേമുകളാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും EMF ആണ്. നമ്മൾ അതിനെ ഒരുമിപ്പിക്കുകയാണ്, രണ്ട് EMF കൂടെ ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. then V is equal to E1 plus E2, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. ദെൻ ഇനി മൈനസ് IR1 മൈനസ് IR2. ഞാനിവിടെ ഒരു മൈനസ് കോമൺ എടുത്തു, ഈ രണ്ട് ടേമിലും മൈനസ് കോമൺ എടുത്തു, ഐയും കോമൺ എടുത്തു. ദെൻ മൈനസ് I ഇൻറ്റു R1 പ്ലസ് R2. ദെൻ E1 പ്ലസ് E2. ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഫസ്റ്റ് ഇക്വേഷൻ നോക്കുമ്പോൾ V is equal to, ഇവിടെയും V is equal to E1 plus E2 എന്ന് പറയുന്നത് E1 plus E2 വരെ E എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ രണ്ട് സെല്ലൂടെ ചേർന്നിട്ടുള്ള EMF ആണ് E1 plus E2. അങ്ങനെയാണെങ്കിൽ E1 plus E2 is equal to E equivalent. That means total EMF when these two cells are connected in series, that is its equivalent EMF. അതായത് E1 എന്ന് പറയുന്ന EMF-ഉം E2 എന്ന് പറയുന്ന EMF-ഉം ഉള്ള രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്താൽ ടോട്ടൽ എത്ര EMF വരും? ദാറ്റ് ഈസ് ഇക്വലന്റ് EMF. ഇത് 2 വോൾട്ടും അടുത്തത് 3 വോൾട്ടും ആണെങ്കിൽ 2 + 3 5 വോൾട്ട് ആയിരിക്കും ഇക്വലന്റ് EMF. സിമിലർലി ദിസ് ടേം R1 plus R2, R1 and R2 they are internal resistance of this cell. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മാണ് R1 plus R2, ദാറ്റ് ഈസ്
ഇറ്റ്സ് ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ രണ്ട് സെല്ലൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ എത്ര ഇന്റേണൽ റെസിസ്റ്റൻസ് വരും? ദാറ്റ് ഈസ് R1 പ്ലസ് R2. ദെൻ R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു R ഇക്വലന്റ്, മീൻസ് ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേമൂടെ ഇതിനകത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. ദെൻ V is equal to E1 plus E2 equivalent minus I into R1 plus R2 R equivalent. R equivalent. നമ്മൾ രണ്ട് സെല്ലുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ EMF കണ്ടുപിടിക്കണമെങ്കിൽ ആ സെല്ലുകളുടെ എല്ലാം കൂടെ EMF ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ദി ഇക്വലന്റ് EMF. അതുപോലെ തന്നെ നിങ്ങൾ കുറേ സെല്ലുകൾ എടുത്തു, നമ്മൾ ടോർച്ചിനകത്തിലൊക്കെ സെല്ലുകൾ ഇങ്ങനെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യും. ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എല്ലാവരുടെയും ഇന്റേണൽ റെസിസ്റ്റൻസ് എടുത്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ആർ ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇനി സെല്ലുകൾ തമ്മിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്താലോ? ഒരു സെല്ലിന്റെ പോസിറ്റീവ്, ഒരു സെല്ലിന്റെ നെഗറ്റീവ്, അടുത്ത സെല്ലിന്റെ നെഗറ്റീവ്, അടുത്ത സെല്ലിന്റെ പോസിറ്റീവ്, ഇങ്ങനെ ഓപ്പോസിറ്റ് രീതിയിൽ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ടോർച്ചിലൊക്കെ സെല്ലിടുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. പക്ഷേ ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് രീതിയിലാണ്, രണ്ട് നെഗറ്റീവ് ടെർമിനൽ തമ്മിൽ ഒരുമിച്ച് കണക്ഷൻ വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് EMF E equivalent is equal to E1 minus E2. അപ്പോൾ ഈ സെല്ലിന്റെ EMF E1, ഇതിന്റെ സെല്ലിന്റെ EMF E2. അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് EMF E1 മൈനസ് E2 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സെല്ലുകൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ടോർച്ച് വർക്ക് ചെയ്യാത്തത്. കാരണം ഇതിന്റെ EMF തമ്മിൽ ക്യാൻസൽ ആയിപ്പോകും. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റീവ് ടെർമിനലുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നു, പോസിറ്റീവ് പോസിറ്റീവ്. ഇങ്ങനെ കണക്ട് ചെയ്താലും ഇക്വലന്റ് EMF E1 മൈനസ് E2 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു സെല്ലുകൾ നമ്മൾ എപ്പോഴും അറേഞ്ച് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ട് പോസിറ്റീവ് ടെർമിനലുകൾ തമ്മിൽ ഒരുമിച്ച് വന്നാലോ രണ്ട് നെഗറ്റീവ് ടെർമിനലുകൾ തമ്മിൽ ഒരുമിച്ച് വന്നാലോ ടോട്ടൽ EMFന്റെ ഇക്വേഷൻ E1 മൈനസ് E2 എന്നായി പോകും. അപ്പോൾ അതുകൊണ്ട് നെറ്റ് EMF ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് സെല്ല് നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല. രണ്ട് സെല്ലുള്ളതാണെങ്കിൽ അത് വർക്ക് ചെയ്യത്തതേ ഇല്ല. അപ്പോൾ അതാണ് കോമ്പിനേഷൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സെല്ലുകളെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇന്റേണൽ റെസിസ്റ്റൻസ് സാധാരണ റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷനിൽ വരുന്ന പോലെയാണ്. R ഈക്വൽ R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസിന് R ഇക്വലന്റ് ഈക്വൽ R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത്. നോർമൽ സീരീസ് കോമ്പിനേഷൻ റെസിസ്റ്റേഴ്സിന്റെ ഒക്കെ സീരീസ് കോമ്പിനേഷൻ വരുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും ഈക്വലന്റ് റെസിസ്റ്റൻസിന് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 9 വോൾട്ടിന്റെ ഒരു സിംഗിൾ സെൽ ഉണ്ട്. അതിന് പകരം ഒരു 1.5 വോൾട്ടിന്റെ 6 സെല്ലുകൾ കമ്പൈൻ ചെയ്താലും 9 വോൾട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ ഈ 1.5 വോൾട്ടിന്റെ 6 സെല്ലുകൾ കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും സെല്ലിനെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ കറണ്ട് അതിനകത്തിലൂടെ ഫ്ലോ ചെയ്യുന്നത് കുറയുകയും ചെയ്യും. അതുപോലെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടുള്ള ഒരു സിംഗിൾ സെൽ യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. കുറേ സെല്ല് കമ്പൈൻ ചെയ്ത് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മേക്ക് ചെയ്താൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെ പുറത്ത് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുകയും ചെയ്യും. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് കോമ്പിനേഷൻ ഓഫ് സെൽസ് ഇൻ പാരലൽ. സെല്ലുകളെ പാരലായിട്ട് കമ്പൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. രണ്ട് സെൽ, ഫസ്റ്റ് സെൽ ഓഫ് EMF E1 ആൻഡ് സെക്കൻഡ് സെൽ ഓഫ് EMF E2, ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. രണ്ടുപേരെയും പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താണ്? പാരലൽ കോമ്പിനേഷനിൽ ഡിഫറൻറ്റ് കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. കാരണം കറണ്ടിന് രണ്ട് പാത്തുണ്ട്. അപ്പം രണ്ട് പാത്തിലൂടെയും വരുന്ന കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. Then I1 and I2. But potential difference, terminal potential difference across the cells, that is same. അതായത് രണ്ടുപേർക്കും ഒരേ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും V. അപ്പോൾ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഡിഫറൻറ്റ് കറണ്ട്. നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ പാരലൽ കോമ്പിനേഷനിൽ പറഞ്ഞ പോലെ തന്നെ കറണ്ട് ഡിഫറൻ്റ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടുപേർക്കും സെയിം ആണ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ഇവിടെയും കൺസിഡർ ചെയ്യുന്നു.
then V is equal to E minus IR. Internal resistanceന്റെ ഡെറിവേഷൻ, ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ആണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to E minus IR. Then that is our equation number 1. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ കറണ്ട് I is equal to E minus V by R, R ഇന്റേണൽ റെസിസ്റ്റൻസ്. Then ഈ I1ഉം I2 കമ്പൈൻ ചെയ്താൽ ടോട്ടൽ കറണ്ട് I ആയിരിക്കും. ടോട്ടൽ കറണ്ട് I. ആദ്യം നമുക്ക് ഫസ്റ്റ് സെല്ലിൽ നിന്നും ഫ്ലോ ചെയ്ത കറണ്ട് ഇക്വേഷൻ നോക്കാം. ദെൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. I is equal to E minus V by R. അപ്പോൾ ഈ സെല്ലിന്റെ കേസിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ I1 is equal to E minus EMF E1 മൈനസ് V രണ്ടുപേർക്കും സെയിം ആണ്, ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V ഡിവൈഡ് ബൈ R ഇന്റേണൽ റെസിസ്റ്റൻസ്. ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1. Then our equation number 2. Then similarly current drawn from this cell E2, ഈ സെല്ലിൽ നിന്നും ഡ്രോൺ ചെയ്ത കറണ്ട് അതാണ് I2. Then I2 is equal to EMF E2 ആണ് സെക്കൻഡ് സെല്ലിന്റെ മൈനസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V, രണ്ടുപേർക്കും സെയിം ആണ്, പാരലൽ ആയതുകൊണ്ട് then V ഡിവൈഡ് ബൈ R ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് R2 ആണ് സെക്കൻഡ് സെല്ലിന്റെ കേസിൽ R2. Then our equation number 3. ഇനി ടോട്ടൽ കറണ്ട് കിട്ടണമെങ്കിൽ ഈ I1ഉം I2ഉം കൂടെ ആഡ് ചെയ്യണം. Then ടോട്ടൽ കറണ്ട് I is equal to I1 plus I2. രണ്ട് കറണ്ട് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടും. നമ്മൾ റെസിസ്റ്റേഴ്സിന്റെ ഒക്കെ പാരലൽ കോമ്പിനേഷൻ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. കറണ്ട് ടോട്ടൽ കറണ്ട് I is equal to I1 plus I2. പക്ഷെ അതിന് ഇക്വേഷൻ വേറെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെയുള്ളൂ. ദെൻ I1 plus I2. I1 E1 minus V by R1 plus I2 E2 minus V by R2. ഇനി നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണം. അതിനുവേണ്ടി ഈ R1 കൊണ്ട് ഈ രണ്ട് ടേമിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുന്നു. Then E1 by R1 minus V by R1 പ്ലസ് ഇതിനെ സെപ്പറേറ്റ് രണ്ട് ടേമിനെ R2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. E2 by R2 മൈനസ് V by R2. ഇനി നമ്മൾ നോക്കുക, EMF ഉള്ള രണ്ട് ടേമുകളുണ്ട്, അതിനെ ഒരു ഗ്രൂപ്പ് ആക്കുക. Then കറണ്ട് I is equal to EMF ഉള്ള ഒരു ടേം E1 by R1. Then second term E2 by R2 plus E2 by R2. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് V ഉള്ള രണ്ട് ടേം ഉണ്ട്, V by R1 മൈനസ് V by R1 മൈനസ് V by R2. അപ്പോൾ ആ മൈനസ് കോമൺ എടുക്കുക, വിയും കോമൺ എടുക്കുക. അങ്ങനെയാണെങ്കിൽ V മാറിയ 1 by R1 മൈനസ് കോമൺ എടുത്തുകൊണ്ട് പ്ലസ് ആയി, പ്ലസ് 1 by R2. അപ്പൊ ഈ രണ്ട് ടേമിൽ നിന്നും വിയും മൈനസും കോമൺ എടുത്തു. ദെൻ V ഇൻറ്റു 1 by R1 പ്ലസ് 1 by R2. നമുക്കിനിയും അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനെ പോലെ ആക്കിയെടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഇക്വേഷനിൽ V ലെഫ്റ്റ് സൈഡിലാണ്, അപ്പം ഈ V ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ആവുമ്പോൾ ഈ വിയും ആ മൈനസ് ഉള്ള ടേം പോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. ദെൻ അതുപോലെ ഇതിൻ്റെ LCM കൂടെ എടുത്ത് ചെയ്താൽ V ഇൻറ്റു LCM R1 R2 LCM എടുത്താൽ മുകളിൽ R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R1 R2 സീക്വൽ ടു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ R1 R2 LCM എടുത്ത് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ R1 R2 LCM മുകളിൽ ഈ R2 E1 കൂടെ വരും, E1 R2 പ്ലസ് E2 R1. ഈ I അപ്പുറത്തെ സൈഡിൽ പോവും, റൈറ്റ് സൈഡിൽ പോവും, അപ്പോൾ മൈനസ് I എന്നായി. ഇനി V ലെഫ്റ്റ് സൈഡ് നമുക്ക് V മാത്രം മതി, കാരണം ഈ ഇക്വേഷനെ പോലെ ആകാനാണ് ആ ഇക്വേഷൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ V ലെഫ്റ്റ് സൈഡിൽ V മാത്രം മതി. അങ്ങനെയാണെങ്കിൽ R1 പ്ലസ് R2 ബൈ R1
R1 R2 റൈറ്റ് സൈഡിലിട്ട് പോട്ട്. ദെൻ V is equal to E1 R2 plus E2 R1 divided by R1 R2. ദെൻ ഈ ടേം കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡിവൈഡ് ചെയ്യണം, അതിന് വേറെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം R1 R2 ന്യൂമറേറ്ററി വരും, ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഡിനോമിനേറ്ററി വരും. അപ്പോൾ ഈ R1 R1 R2 ക്യാൻസലായി. ദെൻ മൈനസ് ഈ ടേമിനെ ഈ R1 പ്ലസ് R2 ഇൻറ്റു R1 R2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക. അപ്പം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ദെൻ I ഇൻറ്റു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇങ്ങനെയായി നമ്മുടെ ഇക്വേഷൻ. ഇനി അപ്പോൾ ഈ രണ്ട് ടേമും ക്യാൻസലായ ടേം തമ്മിൽ നമ്മളങ്ങ് മാറ്റും. R1 plus R2. Then this is our equation number 4. Equation number 4. അപ്പോൾ ഈ നാലാമത്തെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ, ഇത് തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഈ ഫോർത്ത് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ V ഉണ്ട്, ഇവിടെയും V ഉണ്ട്. ഈ ഇക്വേഷനിൽ E1 R2 പ്ലസ് E2 R1 ബൈ R1 പ്ലസ് R2 അതേ പ്ലേസിലാണ് ഇവിടെ കിടക്കുന്നത്, EMF കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ടേം ഇക്വലന്റ് EMFനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വലന്റ് is equal to E1 R2 plus E2 R1 divided by R1 plus R2. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്തത്? കാരണം ഈ ഇക്വേഷനും ഈ ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്തു. ഇയാളുടെ ലെഫ്റ്റ് സൈഡിൽ V ഉണ്ട്, ഇയാളുടെ ലെഫ്റ്റ് സൈഡിൽ V ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ക്യാപിറ്റൽ E എഴുതിയിരിക്കുന്ന അതേ പ്ലേസിൽ ഇത്രയും ടേമുകളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ടേം ഇക്വലന്റ് EMFനെ കാണിക്കുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ I കറണ്ട് ഉണ്ട്, ഇവിടെയും കറണ്ട് I ഉണ്ട്. ഇവിടെ കറണ്ടിനോടൊപ്പം ഇരിക്കുന്ന R ആണ്, സ്മോൾ r, ഇന്റേണൽ റെസിസ്റ്റൻസ്. അതേ പ്ലേസിൽ ഇവിടെ ഇരിക്കുന്ന ആരാണ്? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അങ്ങനെയാണെങ്കിൽ ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ ടേമും നെറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസിനെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം R ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഈ ടേം R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. V is equal to ഈ ടേം ഇക്വലന്റ് EMFനെയാണ് കാണിക്കുന്നത്. Then that is E equivalent. Then minus I into ഈ ടേം ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസിനെയാണ് കാണിക്കുന്നത്. That is R equivalent. അപ്പോൾ നമ്മൾ സെല്ലുകളെ പാരലായിട്ട് കമ്പൈൻ ചെയ്താൽ ഇക്വലന്റ് EMF ഇങ്ങനെയാണ്: E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. രണ്ട് സെല്ലുണ്ടെങ്കിലുള്ള കേസാണ്. ദെൻ ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇന്റേണൽ റെസിസ്റ്റൻസ് നോക്കി അറിയാം, നമ്മൾ രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അതേ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ കേസിൽ ശരിക്കും റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പോൾ പാരലൽ കോമ്പിനേഷന്റെ ഇക്വലന്റ് EMFന്റെ ഇക്വേഷൻ E equivalent is equal to E1 R2 plus E2 R1 divided by R1 plus R2. Internal resistance, equivalent internal resistance in the equation R equivalent is equal to R1 R2 divided by R1 plus R2. രണ്ട് സെല്ലിന്റെ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ സെൽ ഉണ്ടെങ്കിലോ? അതിൽ കൂടുതൽ സെൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈക്വലന്റ് ബൈ ആർ ഇക്വലന്റ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഈക്വലന്റ് ബൈ ആർ ഇക്വലന്റ് ഈസ് ഈക്വൽ ടു E1 by R1 plus E2 by R2 plus E3 by R3 plus etc. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് ഈക്വലന്റ് ബൈ ആർ ഇക്വലന്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ കിട്ടും: E1 by R1 plus E2 by R2 plus E3 by R3.
അപ്പം ഈക്വലന്റ് കിട്ടണമെങ്കിൽ ഇത് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 3-ൽ 2 2-ൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അതുപോലെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ കേസിൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടെങ്കിൽ 1/R equal is equal to 1/R1 plus 1/R2 plus 1/R3 plus etc. ഇങ്ങനെ നമുക്ക് 2-ൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം.